നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ബാച്ചിടെ 10 ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണല്ലോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിലേക്ക് പ്രീമിയർ ലീഗ് മാറിയിട്ടുണ്ട്. ആഴ്സണൽ കുതിച്ചു പായുകയാണ്. അതേ സമയത്ത് നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂൾ തുടരെ പൊട്ടുകയാണ്. വല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ വീണ് പോയിട്ടുണ്ട്. തിരികെ വരും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. സിറ്റി നല്ല രൂപത്തിലേക്ക് വന്നിട്ട് പിന്നെ ഒന്ന് കാലിടറി. യുണൈറ്റഡ് അതിഗംഭീരമായ രൂപത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടം. ഈ ഘട്ടത്തിൽ നമ്മൾ മാച്ചിൻ്റെ 10 പ്രഡിക്ഷനിലേക്ക് കടക്കുന്നു. എല്ലാ മാച്ച് വീക്കുകളിലും നമ്മൾ പ്രഡിക്ഷൻസ് നടത്താറുണ്ട്. അത് കളിയുടെ ഒരു ആവേശത്തിൽ ടീമുകളുടെ ഇപ്പോഴുള്ള ഫോം വെച്ച് താരങ്ങളുടെ അവൈലബിലിറ്റി പരിക്കൊക്കെ പരിഗണിച്ച് അങ്ങ് കളിയുടെ ആവേശത്തിൽ നടത്തുന്നതാണ്. അത് തന്നെ 90 മിനിറ്റ് കളിക്കളത്തിൽ സംഭവിച്ചു കൊള്ളണമെന്നില്ല. ഇത് പ്രീമിയർ ലീഗാണ്. ആരും ആരെയും വെട്ടാം എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ കളി കഴിഞ്ഞതിന് ശേഷം പ്രവചന സിംഹമോ അതോ മാൻഡ്രേക്കോ എന്ന പേരിൽ നമ്മൾ നമ്മുടെ പ്രഡിക്ഷൻസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യാറുണ്ട്. അത് റാഫ് ടോക്സ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും പ്രഡിക്ഷൻസും ഒക്കെ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:30 ഒരു പിടി മത്സരങ്ങളുണ്ട്. ക്രിസ്റ്റൽ പാലസ് ബ്രെൻഫോർഡുമായിട്ട് കളിക്കുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് കളിക്കുന്നു. ബേൺലി ആഴ്സണലുമായിട്ട് കളിക്കുന്നു. ബ്രൈറ്റൺ ലീഡ്സുമായിട്ട് കളിക്കുന്നു. ഫുൾഹാം വോൾസുമായിട്ട് കളിക്കുന്നു. ഈ കളികളൊക്കെ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:30 നടക്കുന്ന കളികളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ കളികളിൽ എന്ത് സംഭവിക്കും നോക്കാം. തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരം ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ബ്രെൻഫോർഡ് മത്സരം ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പം റാഫ് ടോക്സിൻ്റെ ഒരു പ്രഡിക്ഷൻ 1-1 സമനിലയാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് അതേ സമയത്ത് തന്നെ ഏറ്റുമുട്ടുന്നു. നോട്ടിംഗ്ഹാം ഇപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു സമയമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ല രൂപത്തിലേക്ക് അവർ മാറിയിട്ടുമുണ്ട്. സോ യുണൈറ്റഡ് നോട്ടിംഗ്ഹാമിൻ്റെ മൈതാനത്ത് പോയി അവരെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുമെന്നാണ് റാഫ് ടോക്സിൻ്റെ ഒരു പ്രഡിക്ഷൻ. പിന്നെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആഴ്സണൽ ബേൺലിക്കെതിരെ കളിക്കാൻ ഇറങ്ങുകയാണ്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഴ്സണലിൻ്റെ വിജയത്തേരോട്ടം തുടരുമെന്നാണ്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ വിജയിക്കുമെന്നാണ് റാഫ് ടോക്സിൻ്റെ പ്രഡിക്ഷൻ. ബ്രൈറ്റണും ലീഡ്സും തമ്മിൽ അതേ സമയത്ത് തന്നെ കളിക്കുന്നു. 3-1 ബ്രൈറ്റൺ വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. അതേ സമയം തന്നെയാണ് ഫുൾഹാമും വോൾസും തമ്മിലുള്ള മത്സരം. ആ കളി 1-1 സമനിലയാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ വരുന്നത്. ഇനി നോക്കുക, അത് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെയുള്ളൊരു സൂപ്പർ പോരാട്ടമുണ്ട്. ടോട്ടനമും ചെൽസിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ടോട്ടനമും ചെൽസിയും തമ്മിൽ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും തീ പറക്കുന്ന ഒരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം. ഒരു കട്ട പോരാട്ടം. ചെൽസി നമുക്കറിയാമല്ലോ, സീസണിൽ ഒരു മിക്സഡ് റിസൾട്ടാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ടോട്ടനമിനെതിരെ ഒരു കടുത്ത പോരാട്ടം നടക്കും. 2-3 5 ഗോളുകൾ പിറക്കുന്ന മത്സരത്തിൽ ചെൽസി വിജയിക്കുമെന്നാണ് റാഫ് ടോക്സിൻ്റെ ഒരു പ്രഡിക്ഷൻ. ഇന്ന് അർദ്ധരാത്രി മറ്റൊരു മത്സരം കൂടി, അതായത് 1:30 ഇന്ത്യൻ സമയം 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ 1:30 ലിവർപൂളും ആസ്റ്റൺ വില്ലയും തമ്മിലുള്ള കളിയുണ്ട്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർ തിരിച്ചു വരും, അവർ ജയിക്കും എന്നാണ് റാഫ് ടോക്സ് ഇപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. 2-1 ലിവർപൂൾ ഈ കളി ജയിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. പിന്നെ കളികൾ നാളെയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 7:30 വെസ്റ്റ് ന്യൂക്യാസിൽ യുണൈറ്റഡും തമ്മിലുള്ള പോരാട്ടം. ഈ പോരാട്ടത്തിൽ നമ്മുടെ പ്രഡിക്ഷൻ 2-1 ന്യൂക്യാസിൽ യുണൈറ്റഡ് വിജയിക്കുമെന്നാണ്. സിറ്റിയുടെ മത്സരമാണ് അതിനുശേഷം നടക്കുന്നത്. നാളെ രാത്രി 10 മണിക്കുള്ള പോരാട്ടം. ആ കളിയിൽ സിറ്റി നേരിടാൻ പോകുന്നത് ബേൺമൗത്തിനെയാണ്. നല്ലൊരു ഗോൾ വർഷം നടന്നേക്കാം. 4-2 മാഞ്ചസ്റ്റർ സിറ്റി വിജയിക്കുമെന്നാണ് റാഫ് ടോക്സിൻ്റെ പ്രഡിക്ഷൻ. പിന്നെ ഒരു കളി കൂടി. ആ കളി നമുക്ക് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച പുലർച്ചെ 1:30 സണ്ടർലൻഡും എവേർട്ടനും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത്. ആ കളിയിൽ 2-1 സണ്ടർലൻഡ് വിജയിക്കുമെന്നാണ് റാഫ് ടോക്സിൻ്റെ പ്രഡിക്ഷൻ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. നിലവിലെ പ്രീമിയർ ലീഗ് ടേബിൾ ഒന്ന് വളരെ കൃത്യമായിട്ട് നോക്കുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കുതിച്ചു പായുകയാണ് ആഴ്സണൽ. 9 കളികൾ ഒരേ ഒരു കളിയെ തോറ്റുള്ളൂ. 7 വിജയം, 1 സമനില, 22 പോയിന്റോടെ അവർ ഒന്നാമതാണ്. 9 കളിയിൽ നിന്ന് 18 പോയിന്റുള്ള ബേൺമൗത്താണ് രണ്ടാമത്.
ടോട്ടനം 17 പോയിന്റ്, സണ്ടർലൻഡ് 17 പോയിന്റ്. അവർ 3-4 സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ സിറ്റിക്കും യുണൈറ്റഡിനും ഒരേ പോയിന്റാണ്. എത്ര കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത്? 16 പോയിന്റ് 2 ടീമിനും. അവർ 5-6 സ്ഥാനത്ത് നിൽക്കുമ്പോൾ ലിവർപൂളിനും ആസ്റ്റൺ വില്ലയ്ക്കും ഒരേ പോയിന്റാണ്, 15 വീതം പോയിന്റുകൾ. അവർ 7-8 സ്ഥാനത്ത് നിൽക്കുമ്പോൾ ചെൽസി 14 പോയിന്റുമായിട്ട് 9-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.